എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈസ്റ്റാറ്റിലേക്ക് സ്വാഗതം. പൂയം നക്ഷത്രക്കാർക്ക് ഈ മെയ് 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. പൂയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2026 എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം തന്നെ കിങ് ഓഫ് വോൺസ്, ക്വീൻ ഓഫ് സോർഡ്സ്, കിങ് ഓഫ് ഓഷൻ, 3 ഓഫ് കപ്സ്, ഏസ് ഓഫ് കപ്സ് ആൻഡ് നൈറ്റ് ഓഫ് സോർഡ്സ് എനർജി കണക്ഷൻസ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ കിങ് ഓഫ് വോൺസ്, ഏസ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പല അതായത് തീരുമാനങ്ങൾ എടുക്കേണ്ടുന്ന കാര്യങ്ങൾക്കൊക്കെ തീരുമാനമാവുന്നുണ്ട്. കുറച്ചധികം നാളായിട്ട് ആ തീരുമാനം നിങ്ങൾ നീട്ടിക്കൊണ്ടുപോവുകയാണ്. ഇനി അത് നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഈ ഒരു മാസത്തിൽ പൂർണ്ണമായിട്ടും തീരുമാനത്തിലേക്ക് എത്തുകയാണ്. അതായത് നിങ്ങൾക്ക് നീട്ടിക്കൊണ്ട് പോകാൻ ഇനി പറ്റില്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ള വാസ്തവം എന്ന് പറയുന്നത്. പിന്നെ അത് കൂടാതെ തന്നെ നിങ്ങൾ വളരെ മോട്ടിവേറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊന്നും നിങ്ങൾ നീട്ടി വയ്ക്കുന്നില്ല. പിന്നെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഓൺട്രപ്രണോറിയൽ എനർജി ഉണ്ട്. ഡൈനാമിക് ആയിട്ടുള്ള വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള പല രീതികളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫാമിലി അറ്റ്മോസ്ഫിയർ വളരെ സുതാര്യമായിരിക്കും. അതായത് എല്ലാവരും എല്ലാം തുറന്നങ്ങോട്ടെങ്കിലും സംസാരിക്കും. എല്ലാ ബന്ധങ്ങളിലും ഓപ്പൺ മൈൻഡഡ് ആയിരിക്കും. നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഓപ്പൺ മൈൻഡഡ് ആയിരിക്കും. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന പ്രത്യേകിച്ച് ഹസ്ബൻഡ് വൈഫ് തമ്മിൽ നല്ലൊരു കണക്ഷനാണ്. മറ്റേയാൾ ചിന്തിക്കുന്നത് എന്താണെന്ന് മനസ്സിൽ തന്നെ കാണാൻ പറ്റുന്നു. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് വളരെ നല്ലതായിരിക്കും. അതുകൊണ്ട് തന്നെ കുടുംബ അന്തരീക്ഷത്തിൽ, കുടുംബ ബന്ധത്തിൽ നല്ല സാധ്യതകൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. പിന്നെ ഫാമിലിയായിട്ട് ഒരുമിച്ച് യാത്ര പോകാൻ പറ്റുന്നൊരു സമയമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം കുറച്ച് നാളായിട്ട് നിങ്ങൾ ഒരുമിച്ച് ഫാമിലിയായിട്ട് എവിടെയോ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിൽ ക്ഷേത്രങ്ങളോ പള്ളികളോ അങ്ങനെ ആവാം. അതല്ല എങ്കിൽ ഒരു ജനറലായിട്ട് ഒരു സ്ഥലം അല്ലെങ്കിൽ ഇന്നൊരു ഇടം കാണാൻ പോവുക എന്നുള്ളത് ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു യാത്ര നിങ്ങൾ കുറച്ചായിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. ഈ ഒരു മാസം അത് നടക്കുന്നുണ്ട്. ഒന്നുകിൽ ഈ ഒരു മാസം തന്നെ, അല്ലെങ്കിൽ അതിന് ടിക്കറ്റൊക്കെ എടുക്കേണ്ടതാണെങ്കിൽ ഈ മാസം ടിക്കറ്റ് എടുത്തിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ദിവസങ്ങളിലോ മാസങ്ങളിലോ നിങ്ങൾ സന്ദർശിക്കുന്ന ഒരിടം എന്നുള്ള രീതിയിൽ പലതരത്തിലുള്ള ആളുകൾ നിങ്ങൾ പരിചയപ്പെടുന്നുണ്ട്. പല ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ പല ബാക്ക്ഗ്രൗണ്ടിലെന്ന് പറയുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇടങ്ങൾ, ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ തന്നെ ഇന്ത്യയിലെ പല സംസ്ഥാനത്തു നിന്നുള്ളവരോ മറ്റ് രാജ്യത്തു നിന്നുള്ളവരോ പല മേഖലകളിൽ ജോലി സംബന്ധമായിട്ട്, ഇപ്പോൾ ഒരു എൻജിനീയർ ആയിരിക്കാം, ഇപ്പോൾ ബാങ്കർ ആയിരിക്കാം, ടീച്ചറായിരിക്കാം, അതുപോലെ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് താഴേക്കിടയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ, അതേപോലെ വളരെ ഉയർന്ന പോസ്റ്റിൽ നിൽക്കുന്ന വ്യക്തി. അപ്പോൾ ഇങ്ങനെ പല മേഖലയിലുള്ള ആളുകളായിട്ട് പരിചയങ്ങൾ ഒക്കെ സംസാരങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. വിദേശത്തേക്ക് പോകുന്ന ആളുകൾ, വിദേശത്തൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നൊരു ആ ഒരു രാജ്യത്താണെങ്കിൽ ആ രാജ്യത്തെ ആളുകളായിട്ടാണ് കൂടുതൽ. വലിയൊരു ഡൈവേഴ്സിറ്റി ഇല്ല അവിടെ. ഇൻ്റർനാഷണൽ ഒരു ഇതില്ല എങ്കിൽ നിങ്ങൾ കുറച്ചൊരു ഇൻ്റർനാഷണൽ ഇതിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ പലതരത്തിലുള്ള കൾച്ചർ, പല രാജ്യത്തെ ആളുകളും ഒക്കെ നിങ്ങൾ അങ്ങനെയുള്ളവരായിട്ട് സംസാരിക്കാനൊക്കെ പറ്റുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സൗഹൃദങ്ങൾ നെറ്റ്വർക്ക്സ് വളരെ പ്രാധാന്യമാണ്. അപ്പോൾ നല്ല കണക്ഷൻസ്, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ സൗഹൃദങ്ങളിൽ എന്ന് വെച്ചാൽ നിങ്ങളായിട്ട് എല്ലാവർക്കും വളരെ നല്ല കണക്ഷൻ. കാരണം നിങ്ങൾക്ക് പല സുഹൃത്തുക്കളെയും പല പ്രോബ്ലംസ് ഒന്നും രക്ഷിക്കാതെ പ്രാക്ടിക്കലായിട്ടുള്ള അതിനുള്ളൊരു പരിഹാരം അവരുടെ പ്രശ്നങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും നിങ്ങളെ നല്ല പല ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങളെ സമീപിക്കാൻ ചാൻസസ് കൂടുതലായിട്ടാണ് കാണിക്കുന്നത്. ആ ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രണയത്തിനുള്ളൊരു സാഹചര്യമാണ് ഈ ഒരു മാസം സൂചിപ്പിക്കുന്നത്. അപ്പോൾ പ്രണയ സാധ്യതകൾ, പ്രണയത്തിൽ അകപ്പെടാൻ അല്ലെങ്കിൽ പ്രണയത്തിൽ വീഴാൻ സാധ്യതയുണ്ട് എന്ന് പറയും. ഒരു ഫുൾഫിൽമെൻ്റാണ്, ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ റിലേഷൻഷിപ്പ് വരുന്നുണ്ട്. പ്രണയം, റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്, ലൈഫ് പാർട്ട്ണർ, റൊമാൻറ്റിക് പാർട്ട്ണർ സിറ്റുവേഷൻ. അതായത് പ്രണയത്തിലാവാം നിങ്ങളുടെ ക്രഷ് നിങ്ങളോട് പ്രണയം തുറന്നു പറയാം, പ്രപ്പോസൽസ് വരാം. വിവാഹ സാധ്യതയും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നാളായിട്ട് വിവാഹം അന്വേഷിക്കുന്നവരാണ്, അറേഞ്ച് മാരേജ് ആണെങ്കിൽ ഒന്നും ശരിയായിട്ടില്ല. ഈ ഒരു മാസം പെട്ടെന്നൊരു ആലോചന വരുന്നു, 2 ആഴ്ചയ്ക്കുള്ളിൽ വിവാഹം, ആ ഒരു രീതിയിൽ അത്രയും പെട്ടെന്ന് വിവാഹം നടക്കാനുള്ള ചാൻസസ് ഉണ്ട്. എല്ലാവരിലും അല്ല, ചില ആളുകൾ ഇപ്പോൾ എല്ലാം തീരുമാനിച്ചിട്ട് പിന്നീട് വിവാഹത്തിലേക്ക് പോകുക എന്നുള്ള രീതിയിലാവാം. അതേപോലെ ഒത്തിരി പുതിയ കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾ പുതിയ ഹാബിറ്റ്സ്, സ്വഭാവങ്ങൾ തുടങ്ങുന്നുണ്ട്.
പുസ്തക അലർജിയുള്ള ആളുകൾ പുസ്തക വായനയിലേക്ക് കിടക്കാം, ഗാർഡനിങ് ഉണ്ടാകാം, അതേപോലെ വീട് ഡെക്കറേറ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ. അപ്പം അങ്ങനത്തെയൊക്കെ ഒരു പുതിയൊരു എനർജി ഉണ്ട്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് ക്വീൻ ഓഫ് സോട്സ് ആൻഡ് 3 ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഒരു പ്രഗ്നൻസിയാണ്. പ്രഗ്നൻസി എന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും പലരും പ്രഗ്നൻ്റ് ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രഗ്നൻസി സിറ്റുവേഷൻ. ഒരു വ്യത്യസ്തമായിട്ടുള്ളതെന്ന് വെച്ചാൽ ചില റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആ ഒരു കുറച്ചധികം നാളായിട്ട് കുട്ടികളില്ലാത്തവരാണ്, പക്ഷെ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു മാറ്റം അങ്ങോട്ടേക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത ഫീലൊക്കെ വരുന്നു. വിവാഹം കഴിഞ്ഞിട്ട് ഒത്തിരി വർഷങ്ങൾ 5-6 വർഷം 10 വർഷമൊക്കെ ചിലപ്പോൾ ആയിട്ടുണ്ട്, പക്ഷേ കുട്ടികളില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നില്ല, പിരിയാൻ നിൽക്കുന്ന സമയത്തായിരിക്കും ഒരു പ്രഗ്നൻസി ന്യൂസ് വരുന്നത്. അപ്പോൾ അത് നിങ്ങളെ ഒരുമിപ്പിക്കുന്ന ഒരു ലെവലിലേക്ക് വരാം. കാരണം അപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് ഷെയർ ചെയ്യാനും സംസാരിക്കാനും പറയാനും ഒത്തിരി കാര്യങ്ങൾ, നിങ്ങൾ തമ്മിൽ സ്നേഹക്കുറവോ അല്ലെങ്കിൽ ഒരു ചീറ്റിങ്ങോ ഒന്നും അല്ല, പക്ഷേ എന്തോ എവിടെയോ ഒന്ന് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മിസ് ചെയ്ത കാര്യം നിങ്ങൾക്ക് തിരിച്ച് കിട്ടുകയാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എല്ലാവരിലും അല്ല, ചില ആളുകൾ അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടെന്ന് പറഞ്ഞു എന്ന് മാത്രം. അതായത് തിരിച്ച് വീണ്ടും വിശ്വസിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ, റിലേഷൻഷിപ്പ് തെറ്റിദ്ധാരണ മൂലം മാറിപ്പോയ ആളുകൾ തിരിച്ചു വരുന്നുണ്ട്. അതിപ്പോൾ ഹസ്ബൻഡ് വൈഫ് തന്നെ ആയിരിക്കണമെന്നില്ല. ഇപ്പോൾ ബന്ധങ്ങളിലുള്ള വിള്ളൽ വന്നിട്ട് ചില ബന്ധുക്കൾ ഇങ്ങോട്ടേക്ക് മാറിപ്പോകുന്ന ഇമോഷണലി വളരെ ഓവർവെൽമിംഗ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. അപ്പോൾ വളരെയധികം വികാരപരമായിട്ടുള്ള കാര്യങ്ങൾ അത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയിട്ടാണ്. പിന്നെ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ട്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കാണിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ജോലി ഇല്ലാത്ത ആളുകൾക്ക് ജോലി കിട്ടുന്നു, അത് സിമ്പിളായിട്ടുള്ള ഒരു കാര്യം തന്നെ. പക്ഷേ നിങ്ങൾ ഈവൻ ഇപ്പോൾ നിങ്ങൾ ഒരു ജോലി ഉണ്ടായിരുന്നു, ഇപ്പോൾ റിട്ടയർ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, അതല്ലെങ്കിൽ നിങ്ങളൊരു വീട്ടമ്മയാണ്, ഇതുവരെ ജോലി ട്രൈ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പ് ജോലി ചെയ്തിട്ടുണ്ടാകും, വിവാഹം കഴിഞ്ഞിട്ട് ചെയ്തിട്ടില്ല, ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിലും ഇപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിൽ പോലും നിങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു വരുമാനം ഓരോരുത്തരെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള വഴികളായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു റെസ്പെക്റ്റ് നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന റെസ്പെക്റ്റ് നിങ്ങൾ ഡിമാൻഡ് ചെയ്യുക, അതായത് എന്നെയൊക്കെ ആരും റെസ്പെക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എനിക്കൊക്കെ അത്ര പ്രാധാന്യം ഇല്ല എന്നൊക്കെ ചിന്തിക്കുന്നതിൽ നിന്ന് മാറി എനിക്കും വേണ്ടത് അത്ര റെസ്പെക്റ്റ് എനിക്ക് കിട്ടിയേ തീരൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നു. സ്ട്രോങ് ആയിട്ട് ഡിസിഷൻസ് എടുക്കുന്നു. ഫൈനൽ ഡിസിഷൻ നിങ്ങൾ എടുക്കുകയാണ് നിങ്ങളുടെ ലൈഫിന്. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള തീരുമാനം നിങ്ങൾ എടുക്കും. ഹയർ പോസ്റ്റിലേക്ക് വളരെ ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വളരെ നന്നായിട്ട് കാണിക്കുന്നത് കൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് ഒത്തിരി നേട്ടങ്ങളും സമ്പാദ്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ക്വീൻ ഓഫ് സോട്സ് എനർജി ആൻഡ് നൈറ്റ് ഓഫ് സോട്സ് എനർജി കണക്ഷൻസ് ആണ്. കാരണം ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ചില വഴക്കും വയ്യാവേലി എന്നൊക്കെ പറയുന്ന പോലെ സിറ്റുവേഷനുണ്ട്. അപ്പോൾ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ബന്ധങ്ങളിൽ ഇപ്പോൾ നിങ്ങൾ ഒത്തിരി ഉയരത്തിലേക്ക് പോകും. നമ്മൾ പറയല്ലോ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആയിരിക്കാം ചിലപ്പോൾ കൊളീഗ്സ്. അപ്പോൾ നിങ്ങളൊരു അവരുടെ ഒപ്പം അതേ പോസ്റ്റിലാണ്, ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ മാനേജറൽ പോസ്റ്റിലേക്ക് കയറിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു ആർഗ്യുമെൻറ്റ്, ഇൻസെക്യൂരിറ്റി ഒക്കെ ചില ബന്ധങ്ങളിലുണ്ടാവും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദർ ഇസ് ലിറ്റിൽ ദാറ്റ് യു ക്യാൻ ഡു. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ആർഗ്യുമെൻ്റ് ഒഴിവാക്കാൻ ചെയ്യാൻ പറ്റും, പക്ഷേ ആ വ്യക്തികളിലുണ്ടാകുന്ന അപകർഷബോധം നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്ന കാര്യമല്ല, പൊതുവേ സ്വാഭാവികമായിട്ട് വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഈ ഇമോഷണൽ ഡ്രാമയിൽ നമ്മൾ പറയും ഡ്രാമ ക്യൂനൊക്കെ, ഈ ഡ്രാമയിലൊന്നും പോകാതിരിക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയറിലാണെങ്കിൽ ആ വ്യക്തി നിങ്ങളോട് അതിര് കടന്ന ആ ഒരു ഇതൊക്കെ കാണിക്കുമ്പോൾ നിങ്ങളൊരു പോസ്റ്റിലിരിക്കുമ്പോൾ പോസ്റ്റിൻ്റെ മാന്യത കാണിക്കുക. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവരാണത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ ചില ബന്ധങ്ങൾ വിട്ടുപോകാം എന്നുള്ളതാണ്. അപ്പോൾ ചില ഇമോഷണൽ ഡ്രാമയൊക്കെ ചിലപ്പോൾ ഫാമിലിയിൽ ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക. അതിലേക്ക് നിങ്ങളെ അവർ വലിച്ചിടാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ജോലിയിലാണെങ്കിൽ വീട്ടിലാണെങ്കിലും അത് തന്നെയായിരിക്കും. കാരണം അത് സംസാരിച്ച് തീർക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അണ്ടർസ്റ്റാൻഡിങ് അല്ല ഇവിടെ, അതാണ്. പിന്നെ കിങ് ഓഫ് ഓഷൻ ആൻഡ് ഏസ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ കുറച്ചും കൂടി അടുക്കും ചിട്ടയും വീട് വൃത്തിയാക്കി വയ്ക്കുക, എല്ലാം നല്ല രീതിയിൽ മാനേജ് ചെയ്യുക, ഓർഗനൈസ്ഡ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ടും. അതേപോലെ തന്നെ നിങ്ങളുടെ വർക്ക്, നിങ്ങളുടെ ഫിനാൻസ്, നിങ്ങളുടെ വീട് എല്ലാം നിങ്ങളുടെ കൺട്രോളിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷനോടെ നിങ്ങളുടെ പവറിൽ പല കാര്യങ്ങളും ഉണ്ടെന്നുള്ള ഫീലിങ്ങും വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുടുംബം എന്ന് പറയുന്നത്, കരിയർ എന്ന് പറയുന്നതും
അത് രണ്ടായിട്ട് മാറ്റി നിർത്താൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മാനസികമായിട്ട് ഒത്തിരി തൃപ്തി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.